വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ, എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഡാൽഗോണ കോഫിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. എങ്കിലും നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കുന്ന മെത്തേഡ് ഒന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ശരിയാവില്ല. അപ്പോൾ ഞാൻ ചെറിയ 2 രൂപയുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് സെയിം റേഷ്യോ തന്നെ ആയിരിക്കണം, അതായത് 1:1:1 എന്ന റേഷ്യോ ആയിരിക്കണം. അതായത് 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് കോഫി പൗഡറും 2 സ്പൂണ് ഇളം ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ലപോലെ പതഞ്ഞ് വരും. ഇല്ല നമുക്ക് ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ മതിയാകും. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കുക, ഇല്ലാത്ത ലേബലിൻ്റെ പൗഡർ ഒന്നും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ലതായിട്ട് ബീറ്റായി വരില്ല. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് കൈകൊണ്ട് ബീറ്റ് ചെയ്തെടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്ത് ബീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡാൽഗോണ കോഫി. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ല ക്രീമിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ എൻ്റെ കയ്യിലൊക്കെ കുറച്ച് തിരക്കുന്നുണ്ട്, കാരണം ചെറിയ ബൗളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ തയ്യാറാക്കുമ്പോൾ ഒരു വലിയ ബൗൾ എടുത്തിട്ട് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തിരക്കില്ല. അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചേർക്കാതെ നല്ല തിളപ്പിച്ചെടുത്ത പാലായിരിക്കണം, നല്ല പതയുള്ള പാലായിരിക്കണം. പതഞ്ഞ് വരുന്ന പാലിലേക്ക് നമുക്ക് 2 ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പതഞ്ഞ പാലായിരിക്കണം, വെള്ളം ചേർക്കരുത്. നമുക്കൊരു 1/2 കപ്പ് ചേർത്താൽ മതിയാവും പാല്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ഡാൽഗോണ ക്രീം അങ്ങ് ചേർത്ത് കൊടുക്കാം, ഒഴിച്ചു കൊടുക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള ഡാൽഗോണ കോഫി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇനി ഞാൻ ഇതെല്ലാം തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ, നമുക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്കോ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം തയ്യാറാക്കി എടുക്കാം. വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.